ലോകത്തിലെ ഏറ്റവും ജനസാന്ദ്രതയുള്ള ഇന്ത്യ, ചൈന പോലുള്ള രാജ്യങ്ങളായാലും മറ്റേതെങ്കിലും രാജ്യങ്ങളായാലും തൊഴിലില്ലായ്മയുടെ പ്രശ്നം എല്ലായ്പ്പോഴും ഉണ്ട്. അതായത് ജോലിയുടെ പിരിമുറുക്കം എല്ലായിടത്തും നിലനിൽക്കുന്നു. ഇതൊക്കെയാണെങ്കിലും നിങ്ങളെ നിരീക്ഷിക്കാൻ ഷിഫ്റ്റ് മാനേജറോ ബോസോ ഇല്ലാത്ത ഒരു ജോലി ലോകത്തിലുണ്ട്. കൂടാതെ പ്രതിവർഷം ഏകദേശം 30 കോടി രൂപ ശമ്പളവുമുണ്ട്. എന്നിട്ടും ആളുകൾ ഈ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. അത് എന്തുകൊണ്ടാകും? കോടികളുടെ ശമ്പളത്തിൽ ഒരു ജോലി സ്വപ്നം കാണാത്തവരായി ആരാണുള്ളത്? ജോലി സമയം വളരെ കുറവാണ്. തലയിൽ ഒരു ബോസം കയറിയിരിക്കില്ല. അത്തരം ഒരു ജോലിയുടെ ആനന്ദം സ്വർഗത്തിലെ ആനന്ദത്തെക്കാൾ കുറവായിരിക്കുമോ? എല്ലാവരും അത്തരം ഒരു ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ അത്തരം ഒരു ജോലി എല്ലാവർക്കും വിധിച്ചിട്ടില്ല. ലോകത്ത് അത്തരം ഒരു ജോലി ശരിക്കും നിലവിലുണ്ടെങ്കിലും അതിന് അനുയോജ്യവും കഴിവുള്ളതുമായ ഒരാളെ കണ്ടെത്തുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. ഈജിപ്തിലെ അലക്സാണ്ട്രിയ തുറമുഖത്തുള്ള ഫാറോസ് എന്ന ദ്വീപിൽ സ്ഥിതി ചെയ്യുന്ന അലക്സാണ്ട്രിയയിലെ ലൈറ്റ് ഹൗസിന്റെ സൂക്ഷിപ്പുകാരന്റെ ജോലിയാണിത്. ഈ ജോലിക്കുള്ള വാർഷിക ശമ്പള പാക്കേജ് ഏകദേശം 30 കോടി രൂപയാണ്. ഈ ലൈറ്റ് ഹൗസിന്റെ സൂക്ഷിപ്പുകാരന് ഒരേ ഒരു ജോലി മാത്രമേ ഉള്ളൂ. അതിലെ വിളക്ക് ഒരിക്കലും അണയാതിരിക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ അയാൾക്ക് 24 മണിക്കൂറും തനിക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യാൻ കഴിയും. അതായത് നിങ്ങൾ എപ്പോൾ വേണമെങ്കിലും ഉറങ്ങാം, നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഉണർന്ന് ആസ്വദിക്കാം, മീൻ പിടിക്കാം, കടൽ കാഴ്ചകൾ കാണാം. പക്ഷെ ഒരു കാര്യം മാത്രം മനസ്സിൽ വെക്കണം, ലൈറ്റ് ഹൗസിന്റെ വിളക്ക് അണയരുത്. ഷിഫ്റ്റ് ഇൻചാർജിന്റെ പിരിമുറുക്കമില്ല, ബോസിനെ കുറിച്ചുള്ള ആശങ്കയില്ല, ലക്ഷ്യങ്ങളുടെ സമ്മർദ്ദമില്ല. ഈ ലൈറ്റ് ഹൗസിന്റെ വെളിച്ചം എന്നേക്കുമായി കത്തിച്ചുകൊണ്ടേയിരിക്കാൻ ശ്രദ്ധിക്കണം എന്ന് മാത്രം. ഇത്രയും വലിയ പാക്കേജ് ഉപയോഗിച്ച് ഇത്രയും സുഖകരമായ ജോലി ചെയ്യാൻ ഇപ്പോഴും ആളുകൾക്ക് ധൈര്യമില്ല എന്നതാണ് ശരി. കാരണം ചിലപ്പോൾ കടൽ തിരമാലകൾ വളരെ ഉയരത്തിൽ വരുമ്പോൾ ലൈറ്റ് ഹൗസ് പൂർണ്ണമായും തിരമാലകളാൽ മൂടപ്പെടും. ഇത് ലൈറ്റ് ഹൗസ് സൂക്ഷിപ്പുകാരന്റെ മരണസാധ്യത വർദ്ധിപ്പിക്കുന്നു. ഇനി ഈ ലൈറ്റ് ഹൗസിന്റെ കഥ എന്താണ്? ഈ വിളക്കുമാടം എന്തിനാണ് നിർമ്മിച്ചത്? അതിന്റെ വെളിച്ചം എന്തുകൊണ്ടാണ് ഇങ്ങനെ കത്തിച്ചുകൊണ്ടേയിരിക്കേണ്ടത്? ഇതൊരു പ്രാധാന്യമുള്ള ചോദ്യം തന്നെയാണ്. ഒരിക്കൽ പ്രശസ്ത നാവികൻ ക്യാപ്റ്റൻ മൊറേഷ്യസ് ഈ വശത്തുകൂടി കടന്നു പോവുകയായിരുന്നു. ഈ പ്രദേശത്ത് വലിയ പാറകൾ ഉണ്ടായിരുന്നു. കൊടുങ്കാറ്റിനിടയിൽ രാത്രിയുടെ ഇരുട്ടിൽ അദ്ദേഹത്തിന് അവ കാണാൻ കഴിഞ്ഞില്ല. ഇതുമൂലം അദ്ദേഹത്തിന്റെ ബോട്ട് മറിഞ്ഞു. നിരവധി ജീവനക്കാർ കൊല്ലപ്പെട്ടു. ധാരാളം നാശനഷ്ടങ്ങൾ സംഭവിച്ചു. ക്യാപ്റ്റൻ മൊറേഷ്യസ് വളരെ ദൂരം സഞ്ചരിച്ച് ഈജിപ്തിലെത്തി. പലപ്പോഴും ഇവിടത്തെ പാറകൾ കപ്പലുകൾക്ക് വളരെ കേടുപാടുകൾ വരുത്താറുണ്ട്. അപ്പോൾ ഈ സ്ഥലത്തെ ഭരണാധികാരി ആർക്കിടെക്ചറെ വിളിച്ച് കടലിന്റെ നടുവിൽ ഒരു ഗോപുരം പണിയാൻ പറഞ്ഞു. അവിടെ നിന്ന് വെളിച്ചം ക്രമീകരിക്കാമെന്നും അത് കപ്പലുകൾക്ക് വഴി കാണിക്കുകയും ചെയ്യുമെന്നും അവർ തീരുമാനിച്ചു. വലിയ പാറകളിൽ നിന്ന് കപ്പലുകളെ അതിലൂടെ സംരക്ഷിക്കുകയും ചെയ്യാം. എന്നാൽ ഈ വിളക്കുമാടം നിർമ്മിച്ചപ്പോൾ ഇത് എഞ്ചിനീയറിംഗ് ലോകത്തെ ഒരു വലിയ കണ്ടുപിടുത്തമായി മാറുമെന്ന് അദ്ദേഹത്തിന് തന്നെ അറിയില്ലായിരുന്നു. ഈ വിളക്കുമാടത്തിന് അലക്സാണ്ട്രിയയിലെ ഫറോസ് എന്നാണ് പേര്. ഈ ലൈറ്റ് ഹൗസിൽ വിറകിന്റെ സഹായത്തോടെയാണ് ആദ്യം തീ കത്തിച്ചത്. ഒരു ലെൻസിന്റെ സഹായത്തോടെ ആ ജ്വാലയെ വലുതാക്കി അതിന്റെ പ്രകാശം വളരെ ദൂരേക്ക് എത്തിക്കാൻ കഴിഞ്ഞു. ഈ വിളക്കുമാടം കാരണം നാവികർ വളരെ എളുപ്പത്തിൽ അതിലൂടെ വരാനും പോകാനും തുടങ്ങി. ലോകത്തിലെ ആദ്യത്തെ ലൈറ്റ് ഹൗസ് ഇതായിരുന്നു. ഇതിനുശേഷം ലോകമെമ്പാടും ലൈറ്റ് ഹൗസുകൾ നിർമ്മിക്കപ്പെട്ടു. മുമ്പ് കടൽ തീരങ്ങളിൽ മാത്രമേ ലൈറ്റ് ഹൗസുകൾ നിർമ്മിച്ചിരുന്നുള്ളൂ. എന്നാൽ പിന്നീട് പാറക്കെട്ടുള്ള സ്ഥലങ്ങളിലും ഇവ നിർമ്മിക്കാൻ തുടങ്ങി. അതോടൊപ്പം കാലക്രമേണ വൈദ്യുതി കണ്ടെത്തിയപ്പോൾ വിളക്കുമാടം വൈദ്യുതി ഉപയോഗിച്ച് പ്രകാശിപ്പിക്കാൻ തുടങ്ങുകയും ചെയ്തു.